ഇപ്പോൾ ഇനിയൊരു ക്വസ്റ്റൻ അയച്ച കാണുന്നുണ്ട് മറ്റേ ഹിഞ്ചസിൻ്റെ ആ ക്വസ്റ്റൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എന്താണ് ഇനി എനിക്ക് ചാലഞ്ച് പോലെ അയച്ച ക്വസ്റ്റൻ ആണെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഇതാ നമ്മളെ ഞാനിപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഹിഞ്ചസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി വെജാവരി ഇത് കാണുന്നുണ്ട് ഇവിടെ ഈ സാധനത്തിന് തന്നെ. ഇത് നമ്മുടെ നാട്ടിൽ വെജാവരി എന്ന് പറയും, ഇതിന് ആക്ച്വലി ഹിഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ഹാൻഡിൽ ഇപ്പോൾ ഈ വെജാവരിയുടെയും ഇതിന് നിങ്ങൾ എന്താണ് ഒരു ആക്സസ് ഓഫ് സിമെട്രി, അതൊരു എന്താണ് ആക്സസ് ഓഫ് റൊട്ടേഷൻ പോലെ കൺസിഡർ ചെയ്യുക. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ എന്ത് ചെയ്ത് ഞാൻ വേണമെങ്കിൽ ഒരു വിരലുകൊണ്ട് കാണിച്ചത് ഇങ്ങനെ എളുപ്പത്തിൽ ഒന്ന് കൂടി കാണിച്ചു തരാം. ഇതിങ്ങനെ വെച്ച് ഇങ്ങനെ പകുതി വിരൽ വെച്ചിട്ട് എനിക്ക് ഇങ്ങനെ എളുപ്പത്തിൽ. എന്തുകൊണ്ടാണ്? കാരണം ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ അല്ല ആ പറയുന്നത് ഇതിപ്പോൾ ആക്സസ് ആണ്, അതിന് ഇത്രത്തോളം ഡിസ്റ്റൻസ് ഉണ്ട്. പക്ഷേ അതേസമയം ഞാനിപ്പോൾ ഇതിനെ പൊരിച്ചെടുത്ത് ഈ സാധനത്തിനെ പൊരിച്ചെടുത്തിട്ട് ഇതിൻ്റെ അടുത്ത് ഇങ്ങനെ കൊണ്ടുപോയി വെച്ച്. അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്ക്, ഇത് ഇവിടെ വെച്ചെന്ന് തൽക്കാലത്തേക്ക് കൺസിഡർ ചെയ്യും. അപ്പോൾ ഞാൻ ഇത് നോക്ക്, എൻ്റെ ഇതിന് ചെയ്താണ് മനസ്സിലായി നല്ലോണം പണിയാകുന്നുണ്ട് എനിക്ക്. കാരണം എന്താണ് അത്രത്തോളം ഡിസ്റ്റൻസ് കുറഞ്ഞുകൊണ്ട് ടേണിങ് എഫക്റ്റ് ടോർക്ക് കുറഞ്ഞ്. അപ്പോൾ എന്താ എല്ലാ എനിക്ക് നീക്കാൻ പറ്റുന്നില്ല, നല്ല പ്രയാസമാണ് ഇത്. വേണ്ടിക്ക് വീട്ടിലെ ഡോർ ചെയ്തേക്കുന്നത് ഞാൻ കാണുന്നത്ര നേരം നല്ല ഡിഫിക്കൽട്ടില്ല. എൻ്റെ കൈൻ്റെ മുകളിൽ ഇവിടെ വെയിൽസിനുള്ള അത്രയും പ്രഷർ സ്ട്രെയിൻ വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ ഇവിടുന്ന് വെക്കുമ്പോൾ എന്താ സ്ഥിതി? പറയുന്നത് ഡിസ്റ്റൻസ് ഓഫ് റൊട്ടേഷൻ ഡിസ്റ്റൻസ് ഫ്രം ആക്സിസ് ഓഫ് റൊട്ടേഷൻ കുറഞ്ഞാൽ അതിന് സ്വാഭാവിക ടോർക്കും കുറയും, ടേണിങ് എഫക്റ്റ് കുറയും. അപ്പോൾ നമ്മൾ കൂടുതൽ ഫോഴ്സ് കൊടുക്കേണ്ടി വരും.